നമസ്കാരം. പ്രധാന വാർത്തകൾ. റോഡ് വീതി കൂട്ടാൻ സ്ഥലം ആവശ്യപ്പെട്ട് MLA രംഗത്ത്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ് നവീകരണത്തിന് PK ശശി MLA യോഗം വിളിച്ചു. റോഡ് നവീകരിക്കുന്നത് 39.5 കോടി രൂപ ചിലവിൽ. വിഭജനമുണ്ടാക്കാൻ രാജ്യത്ത് ഗൂഢശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ കഴിയണമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിന് സമാപനം. കഴിഞ്ഞ ദിവസം ചളവറ കൈലിയാട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് പണവും സ്കൂട്ടറും കവർന്ന സംഭവം കഥ കെട്ടിച്ചമച്ചതെന്ന നിഗമനത്തിൽ പോലീസ്. കൈപ്പത്തിയിലെ മുറിവ് യുവാവ് ബ്ലേഡ് കൊണ്ട് മുറിച്ചതെന്നും സ്ഥിരീകരണം. KSRTCയിൽ വീണ്ടും അനിശ്ചിതകാല സമരം. ഈ മാസം 16 അർദ്ധരാത്രി മുതൽ സമരം. ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മകരച്ചൊവ്വ ആഘോഷത്തോടെ തുടക്കം. ഇനി ഒരു മാസക്കാലം ചെറുപ്പശ്ശേരിയിൽ ഉത്സവക്കാലം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡിന്റെ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് PK ശശി MLA യോഗം വിളിച്ചു. റോഡിന് ആവശ്യമായ വീതി ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് ജനപ്രതിനിധികളെയും ജനങ്ങളെയും വിളിച്ചേർത്ത് യോഗം ചേർന്നത്. 39.5 കോടി രൂപ വിനിയോഗിച്ചാണ് റോഡ് റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നത്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി വീതി കൂട്ടി റബ്ബറൈസ് ചെയ്ത് നവീകരിക്കുന്നതിന് സാമ്പത്തിക അനുമതി ലഭിച്ചെങ്കിലും 12.5 കിലോമീറ്റർ വരുന്ന റോഡിന് 10 മീറ്റർ വീതിയില്ലാത്തത് കാരണം പ്രവൃത്തികൾ നീണ്ടുപോവുകയാണ്. റോഡിന്റെ പല ഭാഗത്തും 6 മീറ്ററും 8 മീറ്റർ വീതിയുമാണുള്ളത്. ഈ സാഹചര്യത്തിലാണ് കാലതാമസമില്ലാതെ ആവശ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിന് PK ശശി MLAയുടെ നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തത്. യോഗത്തിൽ റോഡിന് ആവശ്യമായ സ്ഥലം ജനങ്ങൾ വിട്ടുതരണമെന്ന് PK ശശി MLA ആവശ്യപ്പെട്ടു. സ്വാഭാവികമായിട്ട് റോഡ് വന്നാൽ ആരുടെയാണോ സ്ഥലത്തിനടുത്ത് കൂടെ റോഡ് പോകുന്നത് ആ സ്ഥലത്തിൻ്റെ ഒക്കെ തന്നെ മൂല്യം നല്ലപോലെ വർദ്ധിക്കും, നല്ലപോലെ മൂല്യം വർദ്ധിക്കും, വില വർദ്ധിക്കും. അത് നമുക്കും വ്യക്തിപരമായിട്ട് കൂടാണ് നാടിൻ്റെ വികസന കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഞാൻ അധികം കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ റോഡിൻ്റെ നിർമ്മാണം നമുക്ക് യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് നിങ്ങളുടെ എല്ലാ നിലയിലുമുള്ള സഹായം ഉണ്ടാകണം. നിങ്ങളുടെ നേരിട്ടുള്ള സാന്നിധ്യം ഈ പ്രവർത്തനങ്ങളിലെല്ലാം ഉണ്ടാകണം എന്ന് മാത്രം ഇതിന്റെ ഭാഗമായി സൂചിപ്പിച്ചു. കുറ്റാനശ്ശേരി AUP സ്കൂളിൽ വെച്ചാണ് യോഗം നടന്നത്. വെള്ളിനഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P അരവിന്ദാക്ഷൻ, തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കമറുൽ ലൈല, ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷാജു ശങ്കർ, O വിജയകുമാർ, രാമചന്ദ്രൻ, KM പരമേശ്വരൻ, PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ബീന, PN നന്ദിനി എന്നിവർ പങ്കെടുത്തു. വിഭജനമുണ്ടാക്കാൻ രാജ്യത്ത് ഗൂഢശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ കഴിയണമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞു. പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിന്റെ വാർഷിക സന്നദ്ധാന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫൈസി ബിരുദം പൂർത്തിയാക്കിയ സമൂഹത്തിലേക്ക് ഇറങ്ങിയ യുവ പണ്ഡിതർ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിരിക്കുന്നതെന്ന് കർണാടക ന്യൂനപക്ഷക്ഷേമ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാനും പറഞ്ഞു. രാജ്യത്ത് വിഘടനം ഉണ്ടാകാൻ ശ്രമിക്കുന്ന ഗൂഢശക്തികൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ കഴിയണമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ പറഞ്ഞു. വൈരത്തെ സ്നേഹമാക്കാനും വിഘടനത്തെ തടയാനും കഴിയണമെന്നും മനീഷ് സിസോദിയ പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് 25% ഫണ്ടും ഡൽഹി സർക്കാർ നീക്കിവെക്കുന്നത്. തൊഴിലില്ലായ്മ പരിഹരിക്കാൻ വിദ്യാഭ്യാസം നൽകുക മാത്രമല്ല, ഉദ്യോഗാർത്ഥികളെ തൊഴിലിൽ പ്രാപ്തരാക്കാനുമാണ് സർക്കാർ ഊന്നൽ നൽകുന്നതെന്നും ഡൽഹി വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ അദ്ദേഹം പറഞ്ഞു. ജാമിയയിലെ പണ്ഡിതരുടെ ഉത്തരവാദിത്വം സമൂഹത്തോടും രാജ്യത്തോടുമുള്ള ഉത്തരവാദിത്വം കൂടിയാണെന്നും മനീഷ് സിസോദിയ അഭിപ്രായപ്പെട്ടു. On this convocation day, when you get your degrees, it's a matter to understand that you are getting responsibility also altogether. ഈ സന്നദ്ധദാനത്തിന്റെ ദിവസം ഇവിടുത്തെ യുവ പണ്ഡിതന്മാർ ബിരുദങ്ങളേറ്റ് സമൂഹത്തിന്റെ വിവിധ തുറകളിലേക്ക് യാത്ര തിരിക്കുമ്പോൾ അതിമഹത്തായ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുത്തുകൊണ്ടാണ് നിങ്ങൾ ഈ കലാലയത്തോട് പിരിഞ്ഞു പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫൈസി ബിരുദം പൂർത്തിയാക്കി സമൂഹത്തിലേക്ക് ഇറങ്ങിയ യുവ പണ്ഡിതർ വലിയ ഉത്തരവാദിത്തമാണ് ഏറ്റെടുത്തിട്ടുള്ളതെന്ന് സമ്മേളനത്തിൽ സംസാരിച്ച കർണാടക ന്യൂനപക്ഷ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രി BZ സമീർ അഹമ്മദ് ഖാൻ അഭിപ്രായപ്പെട്ടു.
1600 കോടി രൂപയാണ് വിദ്യാഭ്യാസ മേഖലയ്ക്ക് മാത്രമായി കർണാടക സർക്കാർ നീക്കിവച്ചിട്ടുള്ളത്. 17 ലക്ഷം ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സർക്കാർ സ്കോളർഷിപ്പുകൾ നൽകുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള 23 വിദ്യാർത്ഥികളും ജാമിയയിൽ നിന്നും ഈ വർഷം ബിരുദമെടുത്തതിൽ അഭിമാനമുണ്ടെന്നും കർണാടകയിൽ ജാമിയ നൂരിയ കോളേജ് സ്ഥാപിക്കാൻ ശ്രമം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ನಾನು ಮಂತ್ರಿ ಆದಮೇಲೆ ನಾನು ಎಜುಕೇಷನ್ ಕಡೆ ಗಮನ ಕೊಟ್ಟು ನಾವು ಈಗ ತಾನೇ ಈ ವರ್ಷದಲ್ಲಿ 17 ಲಕ್ಷ ಸ್ಕಾಲರ್ಶಿಪ್ ಬಡ ಮಕ್ಕಳನ್ನ ಕೊಟ್ಟಿದ್ದೀವಿ. ಅದ್ರ ಜೊತೆಯಲ್ಲಿ ಬಡವ್ರ ಮಕ್ಕಳು ಯಾರು ಫಾರಿನ್ ಹೋಗಬೇಕು, ಆಚೆ ಹೋಗಿ ವಿದ್ಯಾಭ್ಯಾಸ ಮಾಡಬೇಕಾದ್ರೆ ಅವ್ರಿಗೆ ಕನಿಷ್ಠ ನಾವು 20 ಲಕ್ಷವರೆಗೂ ಸ್ಕಾಲರ್ಶಿಪ್ ಅನ್ನ ഇട്ടിದ್ದೀವಿ. ಮುಂದಿನ ദിനದಲ್ಲಿ ഇത് ನೋಡಿ ಒಂದು ಪಾಠ ಅಂತ ಹೇಳಕ್ ಬಯಸ್ತಾ ಇದ್ದೀವಿ ನಾವು. ഞാൻ കർണാടകയിലെ മന്ത്രിയായ ശേഷം ഏകദേശം 17 ലക്ഷം വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന മുസ്ലിം വിദ്യാർത്ഥികൾക്ക് 20 ലക്ഷം രൂപ സ്കോളർഷിപ്പ് നൽകാനുള്ള പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. സമീർ അഹമ്മദ് ഖാന്റെ കന്നഡ പ്രസംഗം കർണാടക PCC സെക്രട്ടറി TM ഷാഹിദാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയത്. പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൻ്റെ 56-ാം വാർഷിക 54-ാം സന്നദ്ധാന സമ്മേളനത്തിന് പ്രൗഢോജ്വലമായ സമാപനം. ഫൈസി ബിരുദം പൂർത്തിയാക്കിയ 239 യുവ പണ്ഡിതർക്ക് സമാപന മഹാസമ്മേളനത്തിൽ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സനദുകൾ വിതരണം ചെയ്തു. ആചാരവിശ്വാസങ്ങളും സംസ്കാരവും ഹനിക്കപ്പെട്ടുകൊണ്ട് ഭരണഘടനയെ ഫാസിസ്റ്റുകൾ വെല്ലുവിളിക്കുകയാണെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 239 യുവ പണ്ഡിതരാണ് ഈ വർഷം പെരിന്തൽമണ്ണ പട്ടിക്കാട് ജാമിയ നൂരിയ അറബി കോളേജിൽ നിന്നും ഫൈസി ബിരുദം പൂർത്തിയാക്കിയത്. ഇവർക്ക് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സനദുകൾ ദാനം ചെയ്തു. ഇതോടെ 6975 യുവ പണ്ഡിതരെ പട്ടിക്കാട് ജാമിയ നൂരിയ അറബിയ സമുദായത്തിന് സമർപ്പിച്ചു. ആധുനിക കാലത്തെ അധർമ്മങ്ങൾക്കെതിരെ പ്രവർത്തിക്കേണ്ടത് ഇസ്ലാമിക പണ്ഡിതരുടെ കടമയാണെന്ന് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ സനദുകൾ ദാനം ചെയ്തുകൊണ്ട് പറഞ്ഞു. ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് ഫാസിസ്റ്റുകൾ ആചാര വിശ്വാസങ്ങളും സംസ്കാരങ്ങളും ഹനിക്കപ്പെടുകയാണ്. വിശ്വാസങ്ങളും ആചാരങ്ങളും നിലനിർത്തി കൊണ്ടുപോകാനുള്ള അവകാശങ്ങളെ ഇല്ലാതാക്കാനുള്ള ശ്രമം ആശങ്കാജനകമാണെന്നും ഹൈദരലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. വർഗീയ ചേരിതിരിവുണ്ടാക്കി രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന ഇതിലൂടെ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ പോലെയുള്ള ഒരു പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ടതുണ്ട്. തമ്മിൽ ഭിന്നിപ്പിച്ചുകൊണ്ട് മുതലെടുക്കുന്ന അധികാരങ്ങളാണ് ഈ രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ അധികാരം നിലനിർത്താൻ ഭരണഘടനയെ പോലും ഇന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള നടപടി വളരെയധികം ആപൽകരമാണ്. ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് യൂണിവേഴ്സിറ്റീസ് പ്രസിഡന്റ് മുഹമ്മദ് ഖൈർ ഖബ്ബാനി അൽ ഹുസൈനി സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഇസ്ലാമിക പണ്ഡിതർ സഹിഷ്ണുത വളർത്തുകയും സമാധാന സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ഏറെ വിലമതിക്കുന്ന കാര്യമാണെന്ന് മുഹമ്മദ് ഖൈർ ഖബ്ബാനി അൽ ഹുസൈനി പറഞ്ഞു. ജാമിയ നൂരിയ കോളേജിന് അന്താരാഷ്ട്ര യൂണിവേഴ്സിറ്റികളുടെ യൂണിയനിൽ അംഗത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. في استمرار أعمالها وازدياد أدائها ورفعا لمعاييرها الأكاديمية. إن اتحاد الجامعات الدولي أخذ العهد على نفسه في تطوير الجامعات الأعضاء وإجراء الاتفاقيات والتوأمات لهم. പ്രൊഫസർ കെ ആലിക്കുട്ടി മുസ്ലിയാർ സന്നദ്ധാന പ്രസംഗം നടത്തി. സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുഖ്യപ്രഭാഷണം നടത്തി. ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ, കർണാടക ന്യൂനപക്ഷ വകുപ്പ് മന്ത്രി സമീർ അഹമ്മദ് ഖാൻ, ബ്രൂണോയ് ഹൈക്കമ്മീഷണർ ദാദോ സിദ്ദീഖ് അലി തുടങ്ങിയവർ മുഖ്യാതിഥികളായിരുന്നു. പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി MP, ET മുഹമ്മദ് ബഷീർ MP, MT അബ്ദുള്ള മുസ്ലിയാർ, PKP അബ്ദുൽ സലാം മുസ്ലിയാർ, CKM സാദിഖ് മുസ്ലിയാർ, MP അബ്ദുസമദ് സമദാനി, അബ്ദുസമദ് പൂക്കോട്ടൂർ, അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, മൈമൂർ ഹാജി മുക്കം തുടങ്ങിയവർ സംസാരിച്ചു.
ഗ്യാസ് ഏജൻസി ജീവനക്കാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് പണവും സ്കൂട്ടറും തട്ടിയെടുത്ത സംഭവം ജീവനക്കാരൻ പണം തട്ടാൻ കെട്ടിച്ചമച്ചതാണെന്ന സൂചന. ഇടത് കൈപ്പത്തിക്ക് വെട്ടേറ്റതല്ലെന്നും സ്വയം ബ്ലേഡ് കൊണ്ട് മുറിച്ചതാണെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി കൈലിയാട് മാമ്പറ്റപ്പടിയിൽ വെച്ച് 2 ലക്ഷം രൂപയും സ്കൂട്ടറും 3 പേർ ചേർന്ന് ആക്രമിച്ച് കവർന്നു എന്നായിരുന്നു തമിഴ്നാട് സ്വദേശിയുടെ പരാതി. ഷൊർണൂരിലെ സിൽവർ ഇന്ത്യൻ ഗ്യാസ് ഏജൻസി ജീവനക്കാരൻ തമിഴ്നാട് സ്വദേശി ചെർപ്പളശ്ശേരിയിൽ താമസിക്കുന്ന മാണിക്യവാസകനെ കൈലാട് വെച്ച് വെട്ടിപ്പരിക്കേൽപ്പിച്ച് 2 ലക്ഷം രൂപയും സ്കൂട്ടറും കവർന്ന സംഭവം കെട്ടിച്ചമച്ചതാണെന്നാണ് പോലീസ് നിഗമനം. മാണിക്യവാസകൻ പറയുന്നത് 3 പേർ 2 സ്കൂട്ടറിലായി എത്തി ആക്രമിച്ചു എന്നായിരുന്നു. എന്നാൽ അങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് നിഗമനം. ഇടത് കൈക്ക് വാളുകൊണ്ട് വെട്ടിപ്പരിക്കേൽപ്പിച്ചത് വ്യാജമാണെന്നും ബ്ലേഡ് കൊണ്ട് സ്വയം മുറിവുണ്ടാക്കി കഥ ചമച്ചതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശനിയാഴ്ച രാത്രി നടന്ന സംഭവത്തിന് ശേഷം ഞായറാഴ്ച ഉച്ചയോടെ നഷ്ടപ്പെട്ട സ്കൂട്ടറും 36,000 രൂപയും വേമ്പലത്ത് പാടത്തു നിന്നും ലഭിച്ചിരുന്നു. പണം തട്ടാനായിരുന്നുവെങ്കിൽ 36,000 രൂപ ബാക്കി വെച്ചത് എന്തിനാണെന്നും പോലീസ് സംശയിക്കുന്നുണ്ട്. മാണിക്യവാസകൻ തന്നെ സ്കൂട്ടർ വേമ്പലത്ത് പാടത്തെ ഒഴിഞ്ഞ സ്ഥലത്ത് നിർത്തി പണം തട്ടാൻ കെട്ടിച്ചമച്ച കഥയാണ് ഇതെന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഇയാൾ വലിയ തുകയ്ക്ക് ലോട്ടറി ടിക്കറ്റുകൾ എടുക്കാറുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് ഇയാളെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഇയാളുടെ ഫോൺ വിവരങ്ങൾ സൈബർ സെല്ലിൽ നിന്നും ശേഖരിച്ച ശേഷം കൂടുതൽ നടപടികളിലേക്ക് പോകാനാണ് ശ്രമം. ഷൊർണൂരിലെ അഡീഷണൽ SI പത്മനാഭനാണ് അന്വേഷണ ചുമതല. KSRTCയിൽ സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി പ്രഖ്യാപിച്ച അനിശ്ചിതകാല പണിമുടക്ക് 16-ാം തീയതി അർദ്ധരാത്രി മുതൽ. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക, ശമ്പള പരിഷ്കരണവും പ്രമോഷനും നടപ്പാക്കുക, അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കരണം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. കഴിഞ്ഞ ഒക്ടോബർ 2 മുതൽ തീരുമാനിച്ചിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് ഒത്തുതീർപ്പ് വ്യവസ്ഥയെ തുടർന്ന് KSRTC സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. എന്നാലിപ്പോൾ KSRTC CMD തച്ചങ്കരിയുടെ നിലപാടാണ് ജീവനക്കാരെയും തൊഴിലാളികളെയും വീണ്ടും പണിമുടക്കിലേക്ക് നയിച്ചത്. CITU, INTUC, AITUC സംഘടനകൾ ഉൾപ്പെടെയുള്ള KSRTC സംയുക്ത ട്രേഡ് യൂണിയൻ സമിതിയാണ് ജനുവരി 16-ാം തീയതി അർദ്ധരാത്രി മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ നമ്മൾ തീരുമാനിച്ചായിരുന്നു കഴിഞ്ഞ മാസം ഒക്ടോബർ 2-ന് നടത്തേണ്ടതായിരുന്നു. എന്നാൽ ഗവൺമെൻറ്റും തൊഴിലാളി യൂണിയനും നേതാക്കന്മാരും തമ്മിലുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഇത് ആവശ്യങ്ങൾ അംഗീകരിക്കാമെന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ പണിമുടക്ക് മാറ്റിവെക്കുകയായിരുന്നു. എന്നാൽ സർക്കാർ പറഞ്ഞ വാക്കുകൾ, അതുപോലെ നമ്മളെ സ്ഥാപനത്തിൻ്റെ മേധാവിയായിട്ടുള്ള MD പറഞ്ഞ വാക്കുകളൊന്നും പാലിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല, പുതിയ പ്രതിസന്ധിയായിട്ട് എംമാലാരെ പിരിച്ചിടും കൂടി ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ സമരം കൂടുതൽ ശക്തമായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് തൊഴിലാളികളെ ഡ്യൂട്ടി പരിഷ്കരണം നടപ്പിലാവാണ്ട്, മെക്കാനിക്കിൻ്റെ ആയാലും ശരി, ഓപ്പറേറ്റീവ് വിഭാഗത്തിൻ്റെ ആയാലും ഡ്യൂട്ടി പരിഷ്കരണം ഉണ്ട് നടപ്പിലാവാൻ അതിൻ്റെ ഉത്തരവ് സർക്കാർ ഇറക്കാറുണ്ട്. അതുപോലെ ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞാൽ 2016 മാർച്ച് 30-ന് കാലാവധി കഴിഞ്ഞപ്പോഴാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ DA കുടിശ്ശിക, ഒരുപാട് ആവശ്യങ്ങളുടെ തൊഴിലാളികൾ നീറുന്ന പ്രശ്നങ്ങളായിട്ടുള്ളത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവനക്കാർ ഒരു പണിമുടക്കിലേക്ക് പോകാൻ നിർബന്ധിതരായിരിക്കുകയാണ്. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കുക, ശമ്പള പരിഷ്കരണവും പ്രമോഷനും നടപ്പാക്കുക, അശാസ്ത്രീയമായ ഡ്യൂട്ടി പരിഷ്കരണം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക്. ഭരണപ്രതിപക്ഷ അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനകൾ സംയുക്തമായി നടത്തുന്ന പണിമുടക്ക് ആയതിനാൽ KSRTC ബസ് സർവീസ് പൂർണ്ണമായും നിലയ്ക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സംയുക്ത ട്രേഡ് യൂണിയൻ ഈ 16-ാം തീയതി പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. TDF സംഘടന അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. വിവിധ ആവശ്യങ്ങളെന്ന് പറയുമ്പോൾ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. 2 വർഷമായി ശമ്പള പരിഷ്കരണം നടപ്പാക്കിയിട്ടില്ല. 4000-ഓളം വരുന്ന എംപാനൽ ജീവനക്കാരെ കോടതി വിധി ഉണ്ടായിട്ടും അവരെ തിരിച്ചെടുക്കാനുള്ള യാതൊരു നടപടികളും നാളിതുവരെ ഉണ്ടായിട്ടില്ല. 6% DA ഇത് നോട്ടീസ് നൽകിയതിന് ശേഷം മാത്രമാണ് DA വിതരണം ചെയ്തിട്ടുള്ളത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. ചെറുപ്പശ്ശേരി പുത്തനാളിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചൊവ്വ മഹോത്സവം പകൽപൂരത്തോടെ ചൊവ്വാഴ്ച ആഘോഷിക്കും. ഗജവീരന്മാരും വാദ്യഘോഷങ്ങളും വൈകിട്ട് നഗരപ്രദക്ഷിണവും ഉണ്ടായിരിക്കും. രാവിലെ ക്ഷേത്രതന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന വിശേഷാൽ പൂജകളോടുകൂടി മകരച്ചൊവ്വ മഹോത്സവത്തിന് തുടക്കമാകും. തുടർന്ന് ഓട്ടൻതുള്ളലും ശിങ്കാരിമേളം, പ്രസാദ ഊട്ട് എന്നിവയും ക്ഷേത്രത്തിൽ നടക്കും. വൈകിട്ട് 3 മണിയോടെ 3 ഗജവീരന്മാരുടെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ നഗരപ്രദക്ഷിണ നടക്കും. പഞ്ചവാദ്യം, ശിങ്കാരിമേളം, പൂക്കാവടി, തിറ, കുംഭംകളി എന്നിവ അകമ്പടിയേകും. 5 മണിക്ക് തകിൽ, നാദസ്വരം, നിറമാല, നിറവിളക്ക്, രാത്രി 8-ന് ചുറ്റുവിളക്ക്, 8:30-ക്ക് സദനം രാമകൃഷ്ണൻ്റെയും സദനം ജിതിൻ്റെയും ഇരട്ടത്തായമ്പക, 9 മണിക്ക് കൂറ്റനാട് വള്ളുവനാടൻ ഫോക്ക് അക്കാദമിയുടെ കലാവിരുന്ന് എന്നിവയും അരങ്ങേറും.
മകരം മുഴുവനും നീളുന്ന രാമായണം തോൽപ്പാവക്കൂത്തിനും ചൊവ്വാഴ്ച രാത്രിയിൽ തുടക്കമാകും. പെരിന്തൽമണ്ണയിൽ സ്കൂൾ വിട്ടുവരുന്ന വിദ്യാർത്ഥിനികൾക്ക് ജനനേന്ദ്രിയം പ്രദർശിപ്പിക്കുന്ന യുവാവ് പോലീസ് പിടിയിലായി. എടത്തനാട്ടുകര കൂവേരിൽ നൌഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. അന്ധക്ഷമ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരിങ്കല്ലത്തണിയിൽ കാഴ്ചയില്ലാത്തവരുടെ റാലിയും പൊതുസമ്മേളനവും നടന്നു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി റീന ഉദ്ഘാടനം നിർവഹിച്ചു. കാഴ്ചയില്ലാത്തവരെ അക്ഷരലോകത്തേക്ക് കൈപ്പിടിച്ചുയർത്തിയ ലൂയി ബ്രെയിലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിന്റെ നേതൃത്വത്തിലാണ് അന്ധക്ഷമ പക്ഷാചരണം സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ താലൂക്ക് കമ്മിറ്റിയുടെയും വ്യാപാരി വ്യവസായ ഏകോപന സമിതി കരിങ്കലത്താണി യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ കരിങ്കലത്താണിയിൽ റാലിയും പൊതുസമ്മേളനവും നടത്തിയത്. റാലിയുടെ ഫ്ളാഗ് ഓഫ് പെരിന്തൽമണ്ണ SI ബിനു TS നിർവഹിച്ചു. മനുഷ്യന്റെ ദൈവം സൃഷ്ടിച്ചപ്പോൾ നിങ്ങൾക്ക് ഒരു കഴിവല്ലെങ്കിൽ മറ്റൊരു കഴിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഇപ്പോൾ ഞാനിവിടെ പരിചയപ്പെട്ട പലരും പ്രൊഫസർമാരുണ്ട്, ഡോക്ടർമാരുണ്ട്, അപ്പോൾ ലെക്ചേഴ്സുണ്ട്. അപ്പോൾ ഒരു കഴിവില്ലെങ്കിൽ ആ പരിമിതിക്കുള്ളിൽ നിന്ന് തന്നെ നമ്മൾക്ക് ഏത് മേഖലയിലും നമ്മളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കും. മറ്റൊരു മേഖലയിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതിന് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടമണ്ണ റീന ഉദ്ഘാടനം ചെയ്തു. താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AK നാസർ അധ്യക്ഷനായി. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പെരിന്തൽമണ്ണ യൂണിറ്റ് പ്രസിഡന്റ് E രവീന്ദ്രൻ അധ്യക്ഷനായി. KFB സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഹബീബ്, KFB ജില്ലാ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് PT സിദ്ദിഖ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. അരക്കുപറമ്പ് മംഗലശ്ശേരിക്കാവ് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു. വർഷം തോറും നടത്തിവരാറുള്ള അരക്കുപറമ്പ് മംഗലശ്ശേരിക്കാവ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവം വിവിധ പരിപാടികളോടെ വർണ്ണാഭമായാണ് ആഘോഷിച്ചത്. പുലർച്ചെ നട തുറന്ന ശേഷം ഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. തുടർന്ന് നടന്ന പ്രത്യേക പൂജകൾക്കും ചടങ്ങുകൾക്കും ക്ഷേത്രം തന്ത്രി ഇടമന ഈശ്വരൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് കരിങ്കാളിക്കാവ് ക്ഷേത്ര ആലിഞ്ചുവട്ടിൽ നിന്നും കാവടി, ചിന്തുപാട്ടിൻ്റെയും ശിങ്കാരിമേളത്തിൻ്റെയും അകമ്പടിയോടുകൂടി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പുമുണ്ടായി. ദേശത്തു നിന്നും സമീപ പ്രദേശങ്ങളിൽ നിന്നുമായി നിരവധി പേർ ഉത്സവത്തിൽ പങ്കെടുത്തു. കുമരമ്പത്തൂർ നെച്ചുള്ളിയിൽ മുസ്ലിം ലീഗ് മേഖലാ ഓഫീസ് തുറന്നു. ശിഹാബ് തങ്ങൾ സൗദം എന്ന പേരിട്ട ഓഫീസ് PV അബ്ദുൽ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു. ഈ ഒരു ഗവൺമെന്റ് വന്നതിന് ശേഷം ഇത്ര വർഷമായി കഴിഞ്ഞ ഗവൺമെന്റിന്റെ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുകയല്ലാതെ ചെയ്യാൻ സാധിച്ചിട്ടില്ല. പുതുതായി എന്തെങ്കിലും പരിപാടികൾ അടുത്ത പ്രാവശ്യം നമുക്ക് ഉദ്ഘാടനം ചെയ്യാനുള്ളത് ഉണ്ടാക്കുന്നുമില്ല. ആ ഒരു ചുറ്റുപാടിൽ ഇവിടെ നടക്കുമ്പോൾ അതിന് കേന്ദ്രം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ഡീമോണിറ്റൈസേഷൻ മുതൽ GST മുതൽ ഭരണപരിഹാരങ്ങളൊക്കെ കള്ളപ്പണങ്ങളൊക്കെ പിടിച്ചെടുത്ത് 15 ലക്ഷം രൂപ നമ്മുടെയൊക്കെ ജൻധൻ അക്കൗണ്ടിൽ എല്ലാവരും ജൻധൻ പ്രകാരം അക്കൗണ്ട് തുടങ്ങണമെന്ന് പറഞ്ഞ് അത് പ്രകാരം 53 കോടി അക്കൗണ്ടുകൾ തുടങ്ങിയിട്ട് അതിൽ എത്ര 15 ലക്ഷം പോയി, എത്ര ലക്ഷം വന്നു എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. വൈശൻ മുഹമ്മദ് അധ്യക്ഷനായി. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കളത്തിൽ അബ്ദുള്ള, മഞ്ഞളാൻകുഴിയേരി MLA മുഹമ്മദ് ഷാമിൽ OK, പൊൻപാറ കോയക്കുട്ടി, KK ഹുസൈൻ, PA തങ്ങൾ, N ഹംസ, TS സിദ്ദീഖ്, കന്നഡി അബൂബക്കർ, റഷീദാളായൻ, MS നാസർ, മുഹമ്മദ് അലി അൻസാരി, അസീസ് പച്ചേരി, അർസൽ രേവതി തുടങ്ങിയവർ സംസാരിച്ചു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് ശക്തി പകർന്ന വിദ്യാർത്ഥികളും. എടത്തനാട്ടുകര KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് ഫണ്ട് ശേഖരണം ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്തിറങ്ങിയിരിക്കുന്നത്. പാലിയേറ്റീവ് കെയർ ദിനാചരണത്തിന്റെ ഭാഗമായി വട്ടമണ്ണപ്പുറം KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികൾ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയെ സഹായിക്കുന്നതിനായി പാലിയേറ്റീവ് സന്ദേശ റാലിയും ലഘുലേഖ വിതരണവും ഫണ്ട് ശേഖരണവും നടത്തി.
കോളേജ് പ്രിൻസിപ്പാൾ പ്രൊഫസർ അബ്ദുള്ളക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് പ്രൊഫസർ അമീർ ഖാൻ അധ്യക്ഷനായി. ഷമീർ മടത്തറ, എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയർ സൊസൈറ്റി ഭാരവാഹികളായ മുഹമ്മദ് സഗീർ, റഹീസ് എടത്തനാട്ടുകര, ഷമീൻ കരിവള്ളി, യൂണിയൻ ചെയർമാൻ ഹിഷാം, ഭാരവാഹികളായ മാഹിർ, ഹാഷിഫ് സലീൽ, സൽ സബീൽ, ജൗഹർ മുഹസിൻ, സ്വാലിഹ്, ഷിബീൽ, ശ്രേയ, ഐതിഹ്യ, ഫർഹന, റിസ്വാന, അഞ്ജന, അഞ്ജു, ഷംന തുടങ്ങിയവർ സംസാരിച്ചു. ജനുവരി 15 പാലിയേറ്റീവ് കെയർ ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളിലേക്കും പൊതുസമൂഹത്തിലേക്കും പാലിയേറ്റീവ് അവബോധം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇന്ന് KSHM ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ SIP യൂണിറ്റ് ഇവിടെ റാലി സംഘടിപ്പിച്ചത്. ഈ എടത്തനാട്ടുകര പാലിയേറ്റീവ് കെയറിൻ്റെ അധീനതയിലാണ് ഈ SIP യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചത്. ഈ സ്ഥാപിച്ച മുതൽ തന്നെ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള യൂണിറ്റാണ് ഈ SIP യൂണിറ്റ്. അപ്പോൾ പാലിയേറ്റീവ് കെയറിൻ്റെ എടത്തനാട്ടുകരയുടെ എല്ലാ സജീവവും ഈ യൂണിറ്റിൽ ലഭിക്കുന്നുണ്ട്. ഇനി എൻ്റെ അഭിപ്രായം. പ്രളയത്തെ ഒന്നിച്ചു നേരിട്ട മലയാളികൾക്കിടയിൽ ശബരിമല വിഷയം ഭിന്നിപ്പുണ്ടാക്കിയെന്നാണ് വിലയിരുത്തൽ. മലയാളികൾക്ക് എങ്ങനെയാണ് ഇത്തരത്തിൽ ചിന്തിക്കാൻ കഴിയുന്നത്? ജനാഭിപ്രായം എന്തെന്ന് നോക്കാം. എൻ്റെ അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ആചാരങ്ങളെ പറ്റിയിട്ടുള്ള ഇതാണ്. അതായത് കേരളം എല്ലാ കാര്യത്തിലും ഒന്നിച്ചാണെങ്കിലും ശബരിമലയുടെ കാര്യത്തിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആചാരങ്ങളുടെ ഇതാണ്. വിശ്വാസം, ആചാരം, അതിനെ സംരക്ഷിക്കേണ്ടത് വളരെ ആവശ്യമാണ്. ഇതിൽ ഒന്നിച്ച് നിൽക്കാൻ സാധിക്കില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രളയം മാതിരിയുള്ളൊരു സംഭവമല്ലല്ലോ. ശബരിമല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പല അഭിപ്രായമായിരിക്കില്ലേ. അതായത് വിശ്വാസികളുണ്ടാവും, അവിശ്വാസികളുണ്ടാവും. അപ്പോൾ അതിൽ തന്നെ രണ്ടഭിപ്രായമായി. അപ്പോൾ അത് ഭിന്നിപ്പുണ്ടാവാൻ കാരണം ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഭിന്നിപ്പുണ്ടാവാൻ കാരണം BJP ഗവൺമെൻറ് നടപ്പിലാക്കുന്ന കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന വർഗീയത ആയിട്ടുള്ള ചേരിതിരിവ് തന്നെയാണ്. ഒന്നിച്ചു കൊണ്ടുപോകേണ്ട കേന്ദ്ര ഗവൺമെൻറ് ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി വിധി കേന്ദ്ര ഗവൺമെൻറ്റിനും ബാധകമാണല്ലോ. ആ സുപ്രീം കോടതി വിധി ഒന്നുമല്ല എന്നുള്ള രൂപത്തിലേക്ക് കേന്ദ്ര ഗവൺമെൻറ്റിനെ തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് പരത്തുകയാണ്. നമ്മുടെ ഇവിടെ മതേതരത്വം സംരക്ഷിക്കപ്പെടുന്നതിന് വേണ്ടി കേരള ഗവൺമെൻറ് നടപടി സ്വീകരിക്കുമ്പോൾ കേരള ഗവൺമെൻറ്റിനെ തകർക്കുക, ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിനെ തകർക്കുക എന്ന ഉദ്ദേശം കേന്ദ്ര ഗവൺമെൻറ്റിനുണ്ട്. അതിന് എന്ത് ഹീനമായ മാർഗവും തിരഞ്ഞെടുക്കും. അപ്പോൾ അതിന് കിട്ടിയൊരു അവസരമായിട്ടാണ് ഇപ്പോൾ അവരത് ശബരിമല വിഷയം കണ്ടിട്ട് എന്തായാലും ഈ കേരളീയർ അതിനെ തള്ളിക്കളയുന്നു. അവരെ അജണ്ട തള്ളിക്കളയുന്നു തീർച്ചയാണ്. പ്രളയം വന്നപ്പോൾ എല്ലാവരും നമ്മൾ ഒറ്റ സഹോദരന്മാരും പ്രവർത്തിച്ച് അതിൽ നിന്ന് നമ്മൾ അതിജീവനെടുത്തു. പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം വോട്ടിനെ ലക്ഷ്യമാക്കിയിട്ടുള്ള നീക്കങ്ങളാണ് ഇവർ നടത്തുന്നത്. അതിനെ ചൊല്ലിയിട്ടാണ് ഈ അക്രമവും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രളയം ദൈവം തന്ന ഒരു ദുരന്തമാണ്. ഇപ്പോൾ മനുഷ്യ സൃഷ്ടികളൊക്കെ ഒന്നിച്ചു നിന്നു. ഇത് മനുഷ്യനാൽ സൃഷ്ടിക്കപ്പെട്ട ദുരന്തമാണ് ശബരിമല. അത് ജനങ്ങളെല്ലാം ഭിന്നിച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. വാണിജ്യ വാർത്തകൾ. ആയുർവേദത്തിൻ്റെ പരിശുദ്ധിയും ഫലപ്രാപ്തിയുമായി ആരോഗ്യശാല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. സിനിമാ താരങ്ങളായ ഉണ്ണി മുകുന്ദനും ഗോവിന്ദ പത്മസൂരിയും ചേർന്ന് ആരോഗ്യശാല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് സെൻറ്റർ ഉദ്ഘാടനം ചെയ്തു. മറ്റ് പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വല്ലപ്പുഴയ്ക്ക് ആയുർവേദത്തിന്റെ സൗന്ദര്യക്കൂട്ട് സമ്മാനിച്ചാണ് ആരോഗ്യശാല ബ്യൂട്ടി ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചത്. വല്ലപ്പുഴ റെയിൽവേ ഗേറ്റിൽ പെട്രോൾ പമ്പിന് എതിർവശത്ത് ആരംഭിച്ച സ്ഥാപനം തിങ്കളാഴ്ച വൈകിട്ട് സിനിമാ താരങ്ങളായ ഉണ്ണി മുകുന്ദനും ഗോവിന്ദ് പത്മസൂരിയും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരും മാനേജ്മെന്റ് പ്രതിനിധികളും ചടങ്ങിൽ സന്നിഹിതരായി. ആയുർവേദത്തിലൂടെ സൗന്ദര്യവും ആരോഗ്യവും സംരക്ഷിക്കാനുതകുന്ന ആയുർവേദ പഞ്ചകർമ്മ, ആയുർവേദ ഫേഷ്യൽ, ആയുർവേദ സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയവ ആരോഗ്യശാല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ നൽകുന്നു. എല്ലാ ശനിയാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ ഡോക്ടർ സുമം ഇ,
എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 2 മണി മുതൽ 4:30 വരെ ഡോക്ടർ വിഷ്ണു KR എന്നിവരുടെ സേവനവും ഇവിടെ ഉണ്ടായിരിക്കുന്നതാണ്. കൗമാരപ്രായക്കാർക്ക് ഉണ്ടാകുന്ന വിളർച്ച, അമിത രോമവളർച്ച, മുടികൊഴിച്ചിൽ, താരൻ, ഹോർമോൺ തകരാറുകൾ, ഗർഭിണികൾക്കുള്ള ചര്യകൾ, പ്രസവാനന്തര ചര്യകൾ തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകളും, തൊലിപ്പുറത്തുണ്ടാകുന്ന വിവിധ രോഗങ്ങൾ, കറുത്ത പാടുകൾ, കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ്, മുഖത്തെ പ്രസരിപ്പില്ലായ്മ, മുഖക്കുരു, അധിക എണ്ണമയം, വരണ്ട ചർമ്മം തുടങ്ങിയവയ്ക്കുള്ള ചികിത്സകളും ആരോഗ്യശാലയിൽ നിന്നും ലഭിക്കും. സ്ത്രീകൾക്ക് പ്രത്യേക സൗകര്യവും ബ്യൂട്ടി പാർലറും ആരോഗ്യശാല ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ് സെൻ്ററിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. റോഡ് വീതി കൂട്ടാൻ സ്ഥലം ആവശ്യപ്പെട്ട് MLA രംഗത്ത്. ശ്രീകൃഷ്ണപുരം മുറിയങ്കണ്ണി ചെത്തല്ലൂർ റോഡ് നവീകരണത്തിന് PK ശശി MLA യോഗം വിളിച്ചു. റോഡ് നവീകരിക്കുന്നത് 39.5 കോടി രൂപ ചിലവിൽ. വിഭജനമുണ്ടാക്കാൻ രാജ്യത്ത് ഗൂഢശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾക്കെതിരെ ഒന്നിച്ചു നീങ്ങാൻ കഴിയണമെന്ന് ഡൽഹി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ. പട്ടിക്കാട് ജാമിയ നൂരിയ വാർഷിക സമ്മേളനത്തിന് സമാപനം. കഴിഞ്ഞ ദിവസം ചളവറ കൈലിയാട് വെട്ടിപ്പരിക്കേൽപ്പിച്ച് പണവും സ്കൂട്ടറും കവർന്ന സംഭവം കഥ കെട്ടിച്ചമച്ചതെന്ന നിഗമനത്തിൽ പോലീസ്. കൈപ്പത്തിയിലെ മുറിവ് യുവാവ് ബ്ലേഡ് കൊണ്ട് മുറിച്ചതെന്നും സ്ഥിരീകരണം. KSRTCയിൽ വീണ്ടും അനിശ്ചിതകാല സമരം. ഈ മാസം 16 അർദ്ധരാത്രി മുതൽ സമരം. ചെറുപ്പശ്ശേരി പുത്തനാലിക്കൽ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് മകരച്ചൊവ്വ ആഘോഷത്തോടെ തുടക്കം. ഇനി 1 മാസക്കാലം ചെറുപ്പശ്ശേരിയിൽ ഉത്സവക്കാലം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.